ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു മൈക്രോഫോണാണ് കേട്ടോ. ക്രോസ് ബീറ്റ്സിൻ്റെ ക്ലിപ്സ് M2 എന്ന് പറയുന്ന ഒരു മൈക്രോഫോണാണിത്. ഇത് നമ്മളുടെ സ്ട്രീമിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ്. അതായത് നമ്മുടെ യൂട്യൂബ് സ്ട്രീമിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഇത് ഒന്ന് അൺബോക്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാനിത് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഇത് ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊന്ന് വലിച്ച് തുറക്കാം. തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഇതിൻ്റെ ബോക്സിനെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ബോക്സ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോക്സിൻ്റെ സീലൊന്ന് പൊട്ടിക്കണം. അത് നമ്മളുടെ ഈ എന്താ പറയുന്നത്, പേപ്പർ നൈഫ് വെച്ച് പൊട്ടിക്കാം. ഓക്കെ, നൈസായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഈ പ്രോഡക്റ്റ്. നമ്മുടെ ക്രോസ് ബീറ്റ്സ് ക്ലിപ്സ് M2 എന്ന് പറയുന്ന ഒരു മൈക്രോഫോൺ മോഡലാണ്. സാധാരണ മൈക്കുകളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു മൈക്കാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതനുസരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ സ്ലൈഡ് ചെയ്താണ് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. സീൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പം ഇതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ മൈക്രോഫോണിൻ്റെ ബോക്സ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇതാണ് ചാർജിങ് കേസാണ്. ആ ചാർജിങ് കേസൊക്കെ എവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഇറക്കി എടുക്കേണ്ടത്. ചാർജിങ് കേസ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാക്കറ്റാണ് നമ്മൾ അതിനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. മൈക്കൊക്കെ അതിനകത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബോക്സാണ്. ഇതിൻ്റെ കേബിളൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ മൈക്കുകളുടെ കേബിളാണ് ഇങ്ങനെ സൈഡിലെ ബോക്സിൽ വരുന്നത്. അപ്പോൾ ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് ഒരു ലൈറ്റ്നിങ് റിസീവറാണ്. അത് നമ്മുടെ പഴയ ടൈപ്പ് ഐഫോണിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ രണ്ടാമത്തത് ഒരു ടൈപ്പ് C ചാർജിങ് കേബിളാണ്. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബോക്സ് ഞാൻ തുറന്നിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് 1, 2, 3 സാധനങ്ങളാണ് ഉള്ളത്. ഇതിനകത്ത് ഒരു സാധാരണ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ റിസീവർ ഒരു സൈഡിലിരിപ്പുണ്ട്. പിന്നെ 2 എണ്ണം നമ്മളുടെ ഇത് മൈക്രോഫോണാണ്. ഞാനെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളത് ഒരു ടൈപ്പ് C റിസീവർ ഉണ്ട്. ഇത് ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഒരു ലൈറ്റ്നിങ് അഡാപ്റ്റർ. ഇത് നമ്മുടെ പഴയ നമ്മുടെ ഐഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈക്രോഫോൺ ട്രാൻസ്മിറ്ററുകളാണ്. അപ്പം ഇതിൻ്റെ പുറകിൽ ഒരു മാഗ്നറ്റിക് ക്ലിപ്പ് ഉണ്ട് കണ്ടോ. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ക്ലിപ്പാണുള്ളത്. അപ്പം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലിപ്പ് ചെയ്യാം. നമ്മുടെ ഷർട്ടിലൊക്കെ എവിടെ വേണമെങ്കിലും ക്ലിപ്പ് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇതാണ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിതിനെ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ എന്താ പറയുന്നത്, പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടാവും ഈ ചാർജിങ് ചെയ്യുന്ന പോർട്ടിൽ. നോക്കാം എന്താണ്. ഇവിടെ ചാർജിങ് പോർട്ടല്ലേ അവിടെ ഒട്ടിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, തെന്നി നീങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതിൽ ഓരോ പ്ലാസ്റ്റിക് മറ്റേ ചാർജിങ് പോർട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലേക്ക് വെച്ചാൽ ഇത് ചാർജ് ആവേണ്ടതാണ്. അപ്പോൾ ഈ മൈക്ക്
നമുക്ക് ചാർജ് ആയതിനു ശേഷം മാത്രമേ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് അതിനകത്തേക്ക് വെച്ചപ്പോഴത്തേക്കിന് ചാർജ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചാർജ് ആയതിനു ശേഷം ബാക്കി ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൈക്കൊക്കെ ചാർജ് ചെയ്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യം ഈ മൈക്ക് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൈക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ മൈക്ക് എടുക്കുമ്പോൾ തന്നെ ഈ മൈക്ക് ഓട്ടോമാറ്റിക്കലി ഓൺ ആകും. ഓൺ ആയിട്ട് നോയിസ് ക്യാൻസലേഷൻ എനേബിൾഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ഈ മൈക്കിനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈക്കിന്റെ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈക്കിനെ വീണ്ടും ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം. അത് നോയിസ് ക്യാൻസലേഷൻ ആണ് കേട്ടോ. നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മൈക്ക് ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എനേബിൾഡ് ആയിരിക്കും. അത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പവർ ബട്ടണിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് നോക്കാം മതി. ഇതേ ഇങ്ങനെ. ഇപ്പം ഞാനത് ഡിസേബിൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോയിസ് ക്യാൻസലേഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് നോയിസസ് ഒക്കെ കൂടുതൽ ഇത് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ അത് വീണ്ടും എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പവർ ബട്ടൺ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സിംഗിൾ പ്രസ് ആണ് കേട്ടോ. അപ്പം അത് ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോഴത്തേക്കിന് നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ എനേബിൾഡ് ആണ്. ഇനി നമുക്ക് ഈ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പവർ ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ. ഇപ്പം നമ്മുടെ മ്യൂട്ട് എനേബിൾഡ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മ്യൂട്ട് ഡിസേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പവർ ബട്ടൺ വീണ്ടും 2 പ്രാവശ്യം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മ്യൂട്ട് ഡിസേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ മൈക്കിന്റെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീവർബറേഷൻ മോഡാണ് കേട്ടോ. റീവർബറേഷൻ മോഡ് എന്ന് പറയുന്നത് ഒരു എക്കോ മോഡാണ്. സാധാരണ പാട്ട് പാടുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന മോഡാണ്. റീവർബറേഷൻ മോഡ് എനേബിൾ ചെയ്തിട്ട് നമ്മൾ പാട്ട് പാടുവാണെങ്കിൽ അത് നല്ല സ്റ്റൈലായിരിക്കും കേൾക്കാനായിട്ട്. ഒരു എക്കോ ഒക്കെ ഉണ്ടാവും. അത് നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. അതായത് ഈ പവർ ബട്ടൺ 3 പ്രാവശ്യം ട്രിപ്പിൾ പ്രസ് ആണ് കേട്ടോ. ഇപ്പം ഞാൻ റിവർബറേഷൻ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത് പാട്ട് പാടുന്ന ആളുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഒരു പാട്ട് പാടി നോക്കാം. ആരും കുറ്റം പറയരുത് കേട്ടോ. ഞാനൊരു വലിയ പാട്ടുകാരനായതുകൊണ്ട് ചിലപ്പം നന്നാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും കുറ്റം പറയരുത്. നമുക്കൊന്ന് പാടി നോക്കാം. മൈക്ക് മൈക്കിടാ, ആ സൂപ്പർ മൈക്കിടാ, ഈ മൈക്ക് കുത്തിയാൽ സൗണ്ട് കിട്ടൂടാ. ഇത്രയും മതി കേട്ടോ. ഇനി കൂടുതൽ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യ സുഖിട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ പണി നിർത്തുകയാണ്. നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളത് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ റീവർബറേഷൻ മോഡ് എന്ന് പറയുന്നത്. ഇത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ട്രിപ്പിൾ പ്രസ് ചെയ്യണം. അപ്പം നമ്മൾ റീവർബറേഷൻ മോഡ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മൈക്കിൻ്റെ സ്പെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് കേസ് ഉൾപ്പെടെ ഏകദേശം 80 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 80 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചാർജിങ് കേസ് ഉൾപ്പെടെയാണ് കേട്ടോ. ചാർജിങ് കേസ് ഇല്ലാതെ ഇൻഡിവിജ്വൽ ട്രാൻസ്മിറ്ററിന് ഏകദേശം ഒരു 10 മണിക്കൂർ കപ്പാസിറ്റിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനുശേഷം ഈ ട്രാൻസ്മിറ്ററിനെ നമ്മുടെ ഈ കേസിലേക്ക്, ചാർജിങ് കേസിലേക്കാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ചാർജ് ആയിക്കോളും. നമ്മൾ 80 മണിക്കൂർ വരെ ഈ ചാർജിങ് കേസ് ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ മൈക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. അതിന്റെ കേസിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഈ മൈക്കിന്റെ കേസിനകത്ത് ഏകദേശം 800 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു ബാക്കപ്പ് നമുക്ക് ലഭിക്കും. നമ്മളെ ട്രാവലിങ്ങിനാണെങ്കിലും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു ബാക്കപ്പ് ലഭിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഈ മൈക്കിന്റെ റേഞ്ചിനെ പറ്റി ഒന്ന് സംസാരിക്കാം. കമ്പനി അവകാശപ്പെടുന്നത് ഓപ്പൺ സ്പേസിൽ ഏകദേശം 120 മീറ്റർ ഈ മൈക്കിന് റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പം ക്ലോസ്ഡ് സ്പേസിലാണുള്ളത്, നമ്മൾ ബിൽഡിങ്ങിനുള്ളിലാണുള്ളത്. ബിൽഡിങ്ങിനുള്ളിൽ ഏകദേശം 40-50 മീറ്റർ എങ്കിലും റേഞ്ച് ലഭിക്കേണ്ടതാണ്. ഒരു 120 മീറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിനുള്ളിൽ തടസ്സങ്ങളുള്ളതുകൊണ്ടും ഭിത്തികളുള്ളതുകൊണ്ടും ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഒരു 40-50 മീറ്റർ റേഞ്ച് നമുക്ക് ലഭിക്കേണ്ടതാണ്. അത് നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കമ്പനിയുടെ അവകാശവാദം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ. ഞാനിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ്
ഈ മൈക്കിന്റെ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ക്ലിപ്പാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് വേർപെടുത്തി എടുക്കാവുന്ന ക്ലിപ്പാണ്. അപ്പൊ നമുക്ക് ഇത് ഷർട്ടിലേക്ക് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് പിടിപ്പിക്കാൻ പറ്റും. നമ്മുടെ ചെസ്റ്റിൽ വേണമെങ്കിൽ വെക്കാം, കോളറിൽ വെക്കാം, പോക്കറ്റിൽ വെക്കാം. സാധാരണ ക്ലിപ്പുള്ള മൈക്കുകൾ നമ്മുടെ ഇതിന്റെ എഡ്ജുകളിൽ മാത്രമേ, പോക്കറ്റിലോ അല്ലെങ്കിൽ ഷർട്ടിന്റെ ഒക്കെ എഡ്ജുകളിൽ മാത്രമേ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഫിക്സ് ചെയ്യാവുന്ന മൈക്കാണ്. അപ്പൊ ഞാൻ എൻ്റെ ഷർട്ടിൽ ഇതൊന്ന് ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിത് ഇവിടെയാണ് കേട്ടോ വയ്ക്കുന്നത്. അതായത് ആദ്യം ഞാൻ ഇത് അകത്തേക്ക് വെച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പിടിപ്പിച്ചു കൊടുത്ത് പുറത്തുനിന്ന് കേട്ടോ. അപ്പോൾ ഇതോടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പിടിച്ച് അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് മൈക്കൂടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഷർട്ടിലേക്ക്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടന്നു നോക്കാം എത്ര ദൂരം ഇതിൻ്റെ റേഞ്ച് കിട്ടും എന്നുള്ള കാര്യം. ഞാനിവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വാതിലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, റൂമിൻ്റെ വാതിലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വാതിലിൽ നിന്ന് റൂമിൻ്റെ ഹാളിലേക്ക് ഇറങ്ങുകയാണ്. ഹാളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഹാളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം അവിടെ സൗണ്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം ഏതായാലും ഞാനിങ്ങനെ നടന്നു നോക്കുകയാണ്, സംസാരിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. ഇപ്പോൾ അവിടെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയൽ ടൈം നമുക്കിത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇല്ല കേട്ടോ. ഇതിനകത്ത് പിന്നെ ഹെഡ്ഫോൺ കുത്താനുള്ള ഇതൊന്നുമില്ല. ഹെഡ്ഫോൺ കുത്താനുള്ള ഇതുണ്ടെങ്കിൽ റേഞ്ച് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ആളിൽ കൂടെ വന്ന് അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ട്. അടുക്കളയിൽ കൂടെ ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ കൂടെ ഒക്കെ നമ്മളിവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പുറത്തേക്കുള്ള വാതിലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഹാളിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടം വരെ പോകും എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് ഒരു 20-25 മീറ്റർ, 30 മീറ്ററോളം ദൂരം കാണും വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പം ഞാൻ ബോഡിയുടെ മറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ഷോൾഡറിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൈക്ക് ഷോൾഡറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ തടസ്സം ഉണ്ടാവത്തില്ല. ട്രാൻസ്മിഷൻ ക്ലിയർ ആയിട്ട് നടക്കും എത്ര ദൂരത്തിലേക്ക് പോയാലും. അതേസമയം നമ്മുടെ ഫ്രണ്ടിൽ മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ മറവുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരത്തേക്കൊന്നും ട്രാൻസ്മിഷൻ കിട്ടത്തില്ല. നമ്മൾ റിസീവറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് റെക്കോർഡിങ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഷോൾഡറിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, വലതുവശത്തെ ഷോൾഡറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്നാലും നമ്മുടെ റിസീവറിലേക്കുള്ള കണക്ഷൻ കറക്റ്റായിരിക്കും, അത് റേഞ്ച് കട്ടാവത്തില്ല. ഞാനിപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് വരെ നടന്നു വന്നിട്ടുണ്ട്. ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. കുറച്ച് വണ്ടിയൊക്കെ ഇതിലെ കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അതിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഓട്ടോയാണ് കടന്നു പോയത്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. തിരിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ട്രാൻസ്മിഷൻ്റെ സിറ്റുവേഷൻ നമുക്കറിയില്ല. നമ്മൾ അവിടെ ചെന്ന് റെക്കോർഡ് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റേഞ്ച് എന്നൊക്കെ നോക്കിയിട്ട് ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മൈക്കിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ക്യാമറയുടെ പുറകിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി ക്യാമറയുടെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ച് സീറ്റിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൂടെ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ തിരിച്ച് നമ്മളിവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈക്കിൻ്റെ റേഞ്ചിനെ പറ്റി ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ റേഞ്ച് കട്ടാവുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഭിത്തി അതുപോലുള്ള തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് നല്ലവണ്ണം കട്ടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സ്പേസിൽ മാത്രമേ ഇതിന് ഈ പറയുന്ന റേഞ്ച് കിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഹാളിലൊക്കെ നിന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഹാളിൽ ഫുള്ള് നമുക്കൊരു കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷേ നമ്മൾ ഒരു ഭിത്തിയുടെ മറവിലേക്ക് വല്ലതും മാറുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ റിസീവറിൻ്റെ ലൈനിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ റേഞ്ച് കട്ടാവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കൂടെ
ഇത് പെനിട്രേറ്റ് ചെയ്ത് കടന്നു പോകാനുള്ള ശേഷിയൊന്നും ഇതിൻ്റെ ബ്ലൂടൂത്ത് സിഗ്നലിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ റേഞ്ച് കട്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ റിസീവറിൻ്റെ നേരെയാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇത് കട്ടാവത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കിനൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ റേഞ്ച് കട്ടാവുന്നുണ്ട്, തടസ്സങ്ങളില്ലെങ്കിൽ റേഞ്ച് കട്ടാവാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ മൈക്കിനെ പറ്റിയിട്ടുള്ള ഫൈൻഡിങ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ ഇത് കട്ടാവുന്നുണ്ട്, അതായത് റേഞ്ച് കട്ടാവുന്നുണ്ട്. ഓപ്പൺ സ്പേസ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്പൺ സ്പേസിൽ തന്നെ നമ്മൾ ദൂരേക്ക് പോയിട്ട് റിസീവറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ റേഞ്ച് കട്ടാവുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിനെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് സിഗ്നലിന് കടന്നു പോകാനുള്ള ശേഷിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഷോൾഡറിലേക്ക് വല്ലതും മൈക്കിനെ മാറ്റി സ്ഥാപിക്കേണ്ടി വരും കേട്ടോ. ഷോൾഡറിൽ വല്ലതും കറക്റ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ റേഞ്ച് കട്ടാവുന്ന പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മൾ തിരിഞ്ഞു നിന്നാലും റേഞ്ച് ഇങ്ങോട്ട് തന്നെ പോരും. കാര്യം നമ്മുടെ ബോഡി ഒരു തടസ്സമാവില്ല. അതുകൊണ്ട് നമ്മുടെ മൈക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലം, അതായത് നമ്മൾ എത്ര ദൂരെയാണ് നിൽക്കുന്നത്, മൈക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ റേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.